രാത്രി സുനിൽ വന്നപ്പോഴും ശരണ്യ റൂമിന് പുറത്തിറങ്ങിയില്ല. അവൻ വരുന്നതിന് മുന്നേ ബാക്കിയുണ്ടായിരുന്ന ഫുഡ് മുഴുവനും അവൾ അകത്താക്കിയിരുന്നു. സുനിൽ ക്ഷീണത്തോടെ വന്ന് കട്ടിലിരുന്നു. തന്നെ കണ്ടിട്ടും എഴുന്നേൽക്കാത്ത ശരണ്യയെ കണ്ട് അവന് അമർഷം തോന്നി. എന്താടി, കെട്ടിയോനെ കണ്ടാലൊന്ന് എഴുന്നേൽക്കാൻ വയ്യ നിനക്ക്? അതേ അമർഷത്തോടെ അവൻ അവളുടെ ചുമലിൽ ഒന്ന് അടിച്ചുകൊണ്ട് ചോദിച്ചു. ശരണ്യയ്ക്ക് വേദനിക്കുകയും ചെയ്തു. അവൾ പെട്ടെന്ന് ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. ഓ, ഇലക്ട്രിസിറ്റി ഓഫീസിലെ ക്ലർക്ക് എഴുന്നള്ളിയോ? ഓഫീസിൽ എല്ലാവർക്കും സുഖമാണോ? സുനിലൊന്ന് പരിങ്ങി. അതെ, ഇന്നവിടെ ചീഫ് എൻജിനീയറുടെ വക ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ? സാറിനെ പ്രത്യേകം പരിഗണിച്ചു. സാറിന് എന്നെ വലിയ കാര്യമാ. എൻ്റെ യോഗ്യത വെച്ച് ഞാൻ ഇവിടെയൊന്നും എത്തേണ്ട ആളല്ലെന്നല്ലേ സാറ് പറഞ്ഞത്? സുനിലിൻ്റെ ആ സംസാരം കേട്ട് ശരണ്യ അടിമുടി കത്തിപ്പടർന്നു. ഓ, 7ാം ക്ലാസ് തോറ്റവന് മൈക്കാട്ട് പണി പോരെയായിരിക്കും. നമുക്ക് കളക്ടർ പണി നോക്കിയാലോ? അവളുടെ പരിഹാസം കേട്ട് സുനിലിൻ്റെ മുഖം വിളറി. അല്ല ശരണി, ഞാനത് എല്ലാ വിശേഷവും നിങ്ങളുടെ തള്ള പറഞ്ഞു. ഈശ്വര, ഇങ്ങനെയൊരു വകയ്ക്ക് കൊള്ളാത്തവനെയാണല്ലോ ഞാൻ എൻ്റെ തലയിൽ എടുത്തു വെച്ചത്. വൃത്തികെട്ടവൻ, സാമദ്രോഹി, വകയ്ക്ക് കൊള്ളാത്ത ദുഷ്ടൻ. അവളുടെ വായിൽ നിന്ന് വരുന്നത് കേട്ട് സുനിലിന് ജാളിയത്ത് തോന്നി. അമ്മയും വിനീതയും എല്ലാം കേൾക്കുന്നുണ്ടാകും. ശരണി, ഒന്നും മിണ്ടാതിരിക്ക്, മറ്റുള്ളവർ കേൾക്കും. മറ്റുള്ളവർ കേൾക്കട്ടെ, നാട്ടുകാർ മൊത്തം കേൾക്കട്ടെ, നീ ഒരാണത്തമില്ലാത്ത ചെറ്റയാണെന്ന്. അതും കൂടി കേട്ടതോടെ സുനിലിൻ്റെ ക്ഷമ നശിച്ചു. ഡീ, അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവൻ ചീറി. വെറുതെ നാക്കെടുത്ത് വളച്ചാലുണ്ടല്ലോ, ആണുങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കടി ആദ്യം. അവൻ അവളുടെ മുടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലച്ചു. വിട്, എന്നെ വിട, വേദനിക്കുന്നു. അവൾ ഞെരങ്ങി. അവൻ അവളെ കട്ടിൽ നേർക്ക് തള്ളി. പിന്നെ മുണ്ട് മുറുക്കി കുത്തി പുറത്തേക്കിറങ്ങി. മുറിയുടെ വാതിൽക്കൽ ഇന്ദിരയും വിനീതയും ഒളിച്ചെന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ തള്ളെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നത്? അവളുടെ അടുത്ത് വേണ്ടാത്തീനുമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയായല്ലോ. സുനിൽ ഇന്ദിരയുടെ മുന്നിൽ കയറി നിന്നു. അത് പിന്നെ മോനെ, നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ മഹാവിഷമായെന്ന് എനിക്കറിയാവുന്നതല്ലേ. സ്വന്തം മകനിട്ട് പാര വയ്ക്കാൻ നിൽക്കുന്നൊരു തള്ള. ആഹാ, നിന്റെ കെട്ടിയോള് പിന്നെ പുണ്യാളത്തി ആയിരിക്കും. നിനക്കറിയോ, അവൾ ഇന്ന് ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഏതാണ്ട് നിന്നൊക്കെ തിന്നുകൊഴുത്തിട്ടാ വന്നത്. അതും കൂടാണ്ട് 5-8 കവറുകൾ ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ. ബിരിയാണിയും ഐസ്ക്രീമും അങ്ങനെ എന്തൊക്കെയോ. ശരിക്കും ആരാണ് അവൾക്ക് ഇത്രയും ക്യാഷ് കൊടുത്തത്? ഏതവനുമായിട്ട് അവൾക്ക് ബന്ധം? നീ ഇങ്ങനൊരു വകയ്ക്ക് കൊള്ളാത്തവനായി പോയല്ലോ. ഇന്ദിര പറഞ്ഞത് കേട്ട് സുനിലിൻ്റെ കണ്ണുകൾ കുറുകി. അമ്മ പറയുന്നത് സത്യമാണോ? അവൻ ചോദിച്ചു. അതെ ചേട്ടാ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ബിരിയാണി തന്നെ 5-6 പാക്കറ്റ് ഉണ്ടായിരുന്നു. വിനീത കുറച്ച് കൂട്ടി പറഞ്ഞു. സുനിൽ നേരെ മുറിയിലേക്ക് ചെന്ന് വാതിൽ ചവിട്ടി തുറന്നു. ശബ്ദം കേട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ശരണ്യ ഞെട്ടി എഴുന്നേറ്റു. സുനിൽ വേഗം അവളുടെ മുടിക്ക് മുറുക്കെ കുത്തിപ്പിടിച്ചു. എടി, നീ ആ ബാഗിൽ നിന്ന് ക്യാഷ് എടുത്തോ? അവൻ അവളുടെ മുടിയിൽ പിടിച്ച് ശക്തിയായി ഉലച്ചു. അവൾക്ക് തല പറഞ്ഞു പോകുന്ന വേദന തോന്നി. ആ, എടുത്തു. അതിന് നിങ്ങൾക്കെന്താ? വിട്, എനിക്ക് വേദനിക്കുന്നു. അവൾ ഞെരങ്ങി. എത്ര എടുത്തെന്ന് പറയടി, എനിക്കെന്താന്നോ? അതൊക്കെ കണ്ടിട്ട് തന്നെയാടി ഞാൻ നിന്നെ പോലൊരു വൃത്തികെട്ട സാധനത്തിന് തലയിലെടുത്ത് വെച്ചത്. അല്ലാതെ നീ കളക്ടറുടെ മോളൊന്നുമല്ലല്ലോ. ശരണ്യാകെ പൊള്ളിപ്പിടഞ്ഞു. പറയടി, എത്ര എടുത്തു? അത് പിന്നെ 25,000 രൂപ. അവൾക്ക് ഭയം തോന്നി. ആ 25 നീ ചെലവാക്കിയോ? ആ, ചെലവാക്കി. സുനിൽ ശരണ്യയുടെ കരണക്കുറ്റി നോക്കി ആഞ്ഞടിച്ചു. വേദന കൊണ്ട് അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു പോയി. അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ അവളുടെ കവിളത്തും തോളത്തുമൊക്കെ മാറി മാറി അടിച്ചു. അവളുടെ ദേഹം കുനിപ്പിച്ച് മുതുകത്തിടിച്ചു. ശരണ്യയിൽ നിന്ന് ഓരോ ആർത്തനാദം ഉയർന്നു. കേട്ടാലറയ്ക്കുന്ന തെറിപ്പദങ്ങൾ പറഞ്ഞവൻ വീണ്ടും അവളെ തല്ലി. ഇനി എൻ്റെ അനുവാദമില്ലാതെ ആ പൈസയിൽ നിന്നെങ്ങാനും തൊട്ട നീ വിവരം അറിയും. എനിക്ക് നിങ്ങളുടെ തല്ല് കൊള്ളേണ്ട കാര്യമില്ല. ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ആ വേദനയ്ക്കിടയിലും ശരണ്യ വീറോടെ പറഞ്ഞു. നീ എങ്ങോട്ട് പോകുന്നാടി പന്നമോളെ പറയുന്നത്? പണം വെട്ടിച്ച കേസിൽ നിന്റെ തള്ള ജയിലിൽ കിടക്കുവല്ലേ? ജാമ്യമില്ലാത്ത കേസാണെന്നാ കേട്ടത്. ആ വീടാണെങ്കിൽ ജപ്തിയുടെ വക്കിലാണെന്നും അറിഞ്ഞു. നിന്റെ ആങ്ങള ബ്ലേഡ് പലിശക്കാർക്ക് അത് പണയം വെച്ചു. കുറച്ച് നാൾക്കുള്ളിൽ വീട് അവരുടേതാകും. പിന്നെ നീ എങ്ങോട്ട് പോകാനാടി? അവളുടെ കരണക്കുറ്റി നോക്കി ഒന്നുകൂടെ കൊടുത്തിട്ടാണ് സുനിൽ അത് പറഞ്ഞത്. അവൻ വീണ്ടും അവളെ തെറിപ്പദങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു. അവൻ്റെ അടിയും ചീത്തയും പിന്നെ അവൻ വീടിനെ കുറിച്ച് പറഞ്ഞതും കൂടി ആയപ്പോൾ ശരണ്യാകെ മരവിച്ചു പോയിരുന്നു. അപ്പോൾ അടുത്ത മാസം 5-ാം തീയതി മീഡിയ ഒക്കെ അറിഞ്ഞ് നമ്മുടെ വിവാഹമാണ്. എന്ത് പറയുന്നു?
രുദ്രൻ സ്നേഹത്തോടെ സാറയുടെ കൈകൾ പിടിച്ചമർത്തി. സിറ്റിയിലെ ഒരു ലക്ഷറീസ് ഹോട്ടലിൽ അഭിമുഖം ഇരിക്കുകയായിരുന്നു അവർ. സത്യമാണോ രുദ്ര ഇത്? കേട്ട വാർത്തയിൽ സാറ മതിമറന്നുപോയി. പിന്നെ സത്യമല്ലാതെ നീ എന്തെന്നെക്കുറിച്ച് വിചാരിച്ചത്? എന്നാൽ ഇത്ര വലിയ സന്തോഷ വാർത്ത പറയുമ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കൂടി തരാമായിരുന്നു. കൂടിയതൊന്നും വേണ്ട, ഒരു ഡയമണ്ടിൻ്റെ ജ്വല്ലറി സെറ്റെങ്കിലും. അത് വെറും 50 ലക്ഷത്തിൻ്റെതുമൊക്കെ. സാറയുടെ കണ്ണുകളിൽ ആർത്തിയിലേക്ക് രുദ്രൻ പുച്ഛത്തോടെ നോക്കി. ഛേ, വെറും 50 ലക്ഷത്തിൻ്റെ ഡയമണ്ട് സെറ്റോ? നിനക്കറിയാമോ, നമ്മുടെ മാരേജിന് നീ ധരിക്കാൻ പോകുന്ന സാരി പോലും വിലയേറിയ പേളുകൾ തുന്നി പിടിപ്പിച്ചതാണ്. അപ്പം ഞാൻ നിനക്ക് തരാൻ പോകുന്ന ജ്വൽസിൻ്റെ കാര്യം പ്രത്യേകം പറയണോ? മാത്രമല്ല, നിനക്ക് വേണ്ടി ഞാനൊരു ജ്വല്ലറി വില്ലയും കാറും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. സാറ കസേരയിൽ നിന്ന് ഒന്ന് ഉയർന്നു പോയി. ഐ ക്യാൻ ബിലീവ് ദിസ് രുദ്ര. എനിക്കിതൊക്കെ ഇപ്പോൾ തന്നെ കിട്ടുമോ? നോ നോ സാറ, അടുത്ത മാസം നമ്മുടെ വെഡ്ഡിങ് ഡേറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അധികം നാളൊന്നുമില്ലല്ലോ. മനഃപൂർവ്വം മുഖത്തെടുത്തണിഞ്ഞ പുഞ്ചിരിയോടെ രുദ്രൻ സാറയുടെ കൈയെടുത്ത് തഴുകി. ഒരു വിഷപ്പാമ്പിനെ തൊടുന്നത് പോലെ അവന് അജ്ഞ തോന്നി. ഞാൻ നിന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നു രുദ്ര, പ്ലീസ്. എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യ. സാറൊരു കൊഞ്ചലോടെ പറഞ്ഞു. നോ മോളെ, എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ ആഗ്രഹമുണ്ടെന്നാണോ നിന്റെ വിചാരം? നിനക്കറിയാലോ, ഞാൻ അച്ഛനോടും അമ്മയോടും നമ്മുടെ കല്യാണക്കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ അവർ ഓർത്തഡോക്സ് ആണ്. ഞാനും നീയും കൂടി പഴയതുപോലെ വീണ്ടും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയ അവർക്ക് ദേഷ്യം വരും. എങ്ങനെയെങ്കിലും ആ സ്വത്തെല്ലാം നമ്മുടെ കയ്യിൽ വരുന്നത് വരെ അവരെ പ്രീണിപ്പിച്ച് നിർത്തിയേ പറ്റൂ. സ്വത്തെന്ന് കേട്ടപ്പോൾ സാറയ്ക്ക് പിന്നെയും അടക്കാനാവാത്ത സന്തോഷം തോന്നി. ഈ രുദ്രനെയാണ് താൻ ആഗ്രഹിച്ചത്, അല്ലാതെ പണ്ടത്തെ ഒന്നിനും കൊള്ളാത്ത രുദ്രനെയല്ല. ഇപ്പോൾ ഇവൻ്റെ തൻ്റെ വഴിക്ക് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കല്യാണത്തിൻ്റെ സമയത്തെ കാണുകയുള്ളൂ എന്നാണോ? വെഡ്ഡിങ് അറേഞ്ച്മെൻറ്റ്സൊക്കെ എങ്ങനെയാണ്? സാറ നേരത്തൊരു പരിഭവത്തോടെ ചോദിച്ചു. ഞാൻ വിളിക്കാം മോളെ, എല്ലാം അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ട് ഞാൻ നിന്നെ വിളിക്കും. രുദ്രൻ പരമാവധി പഞ്ചാര സ്വരത്തിലെടുത്തണിഞ്ഞുകൊണ്ട് പറഞ്ഞു. സാറയ്ക്ക് യാതൊരു വിശ്വാസക്കുറവും എല്ലാം ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമായിരുന്നു. അല്ല രുദ്ര, അപ്പം നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന വിഷയം എപ്പോഴാണ് മീഡിയക്കാരോട് പറയേണ്ടത്? ഞാൻ നാളെ തന്നെ മാറ്റർ അനൗൺസ് ചെയ്തോട്ടെ? അതങ്ങനെയല്ല സാറ, നാളെ തന്നെ അനൗൺസ് ചെയ്ത അതിലൊരു ത്രില്ലില്ലാതെ പോകും. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് തൊട്ട് മുൻപ് മാത്രം മീഡിയയെ അറിയിക്കണം എന്നാണ് എനിക്ക്. അത് നീ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ആയിരിക്കും. ആളുകൾ വല്ലാതെ ആശ്ചര്യപ്പെടും. പബ്ലിക് നമ്മുടെ വിവാഹം ഒരു വലിയ ആഘോഷമാക്കും. ഇപ്പോഴേ കൊട്ടി ആഘോഷിച്ച ആ സമയമാവുമ്പോഴേക്കും എല്ലാം ഒന്ന് തണുക്കും. രുദ്രൻ്റെ സംസാരം കേട്ട് സാറയുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. അവളുടെ ആർത്തി പിടിച്ച മനസ്സ് തൻ്റെ സങ്കല്പ ലോകത്ത് പൊന്നൂഞ്ഞാലിലാടി. എല്ലാം നീ പറയുന്നത് പോലെ തന്നെ മതി രുദ്ര, നീ പറയുന്നതാണ് അതിൻ്റെ ശരി. രുദ്രൻ സാറയുടെ നേരെ നോക്കി മനം മയക്കുന്ന മട്ടിൽ വീണ്ടും ചിരിച്ചു. അന്ന് രാത്രി രുദ്രൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നു. സർ, ഞാൻ ആൽവിനാണ്. സാർ പറഞ്ഞതുപോലെ ഞാൻ സാറയെ വിളിച്ചു. എന്നിട്ട് എന്തായി? അവൾ സമ്മതിച്ചോ? സമ്മതിച്ചു സർ. നാളെ രാത്രി തന്നെ എൻ്റെ ഫ്ലാറ്റിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് നീ ഓഫർ ചെയ്ത എമൗണ്ട്? രുദ്രൻ പരിഹാസത്തോട് ചോദിച്ചു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 10 ലക്ഷമാണ് സർ. എന്നിട്ട് അവളുടെ മറുപടി എന്തായിരുന്നു? അപ്പോൾ തന്നെ സമ്മതിച്ചു, പക്ഷേ 5 ലക്ഷം അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ശരി, അവൾ ഫ്ലാറ്റിലെത്തുമ്പോൾ നീ 25 ലക്ഷം അവളെ കാണിക്കണം. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് തരാമെന്ന് പറയണം. പക്ഷെ കൊടുക്കാൻ പാടില്ല, മനസ്സിലായോ? നിനക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം ഞാൻ തന്നിരിക്കും. മനസ്സിലായി സാർ, അതുപോലെ ചെയ്തോളാം. ആൽവിൻ ഉറപ്പ് കൊടുക്കുന്നത് പോലെ പറഞ്ഞു. 3 സെക്സ് മൂവികളൊക്കെ എടുക്കുന്ന ഒരു ഡയറക്ടറാണ് ആൽവിൻ. പണത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യുമെന്ന് രുദ്രൻ അറിയാം. സാറയെക്കുറിച്ച് ഓർക്കുമ്പോൾ രുദ്രന് പക തോന്നി. അവൻ അവളുടെ മുഖം മനസ്സിൽ നിന്ന് അസ്വസ്ഥതയോടെ കുടഞ്ഞെറിഞ്ഞു. അതേസമയം നീണ്ടു വിടർന്നൊരു ജോഡി കണ്ണുകൾ അവൻ്റെ ഹൃദയത്തിലേക്ക് ഓടിയെത്തി. അവൻ്റെ ഹൃദയം ആർദ്രമായി. അവൻ വേഗം മൊബൈലെടുത്ത് അതിൽ സൂക്ഷിച്ചിരുന്ന നിദ്രയുടെ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി. ഞാൻ വരും, നിനക്കായി ഞാൻ വരും പെണ്ണെ. അത്രമേൽ തരളമായി അവൻ അതിൽ ചുംബിച്ചു. ലൈബ്രറിയിൽ നിന്നൊരു പുസ്തകം എടുത്തിട്ട് അവിടെ ഇരുന്ന് തന്നെ റെഫർ ചെയ്യുകയായിരുന്നു നിദ്ര. കളയാൻ സമയം അധികമൊന്നുമില്ല. അച്ഛനും അമ്മയും തനിക്ക് വേണ്ടിയാണിപ്പോൾ ജീവിക്കുന്നത്. തൻ്റെ ജീവിതം നന്നാവാൻ കിണഞ്ഞു ശ്രമിക്കുകയാണവർ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിച്ചേ പറ്റൂ. നല്ല മാർക്കില്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾക്ക് അതൊരു കനത്ത അടിയാവും. നിദ്ര,
പെട്ടെന്നാണ് ഒരു വിളി കേട്ടത്. മുന്നിൽ ഇന്ദ്രജിത്തിനെ കണ്ടതും അവളൊന്ന് പകച്ചു. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു. ഇന്ദ്രൻ കുറച്ചുകൂടി നിദ്രയുടെ അടുത്തേക്ക് വന്നു. അവൾക്ക് ചെറിയ ഭയം തോന്നാതിരുന്നില്ല. ഇയാൾ എന്തിനുള്ള പുറപ്പാടാണ്? റെഫറൻസ് റൂമിൽ ആരുമില്ലാതിരുന്നിട്ടും ഇതിന് പുറത്ത് കടന്നാലാണ് ലൈബ്രറീൻ്റെ അടുത്തെത്തുക. അങ്ങോട്ടേക്ക് പാഞ്ഞാലോ എന്ന് നിദ്ര ചിന്തിച്ചു. നിദ്ര പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. നിദ്രയുടെ മനസ്സറിഞ്ഞതുപോലെ ഇന്ദ്രജിത്ത് ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു. അവൾ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. അവൻ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അവൾക്ക് അസ്വസ്ഥത മാത്രം തോന്നി. ഞാൻ മാപ്പ് പറയാൻ വന്നതാണ് നിദ്ര. കാര്യം അറിയാതെയാണ് ഞാൻ നിദ്രയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. എല്ലാം എൻ്റെ തെറ്റാണ്. മേഘ്ന പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിച്ചു പോയി. നിദ്രയ്ക്ക് വേണമെങ്കിൽ അന്ന് തന്നെ പ്രിൻസിപ്പാളിന് പരാതി കൊടുത്ത് എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെയും കോളേജിൽ നിന്ന് പുറത്താക്കാമായിരുന്നു. പക്ഷേ എന്നിട്ടും താനത് ചെയ്തില്ല. അത് തൻ്റെ വലിയ മനസ്സ്. ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാനും തന്നോട് അതിന് നന്ദി പറയുവാനുമാണ് ഞാൻ വന്നത്. നിദ്ര ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. താനെന്തൊന്നും പറയാത്തത്? അതൊന്നും കുഴപ്പമില്ല, ഞാനതെല്ലാം മനസ്സിൽ നിന്ന് വിട്ടു. നിദ്ര ഒരു തണുത്ത സ്വരത്തിൽ പറഞ്ഞു. ഇനി കോളേജിൽ തനിക്ക് ആരെക്കൊണ്ടും യാതൊരു ഉപദ്രവവും ഉണ്ടാകുകയില്ല. തനിക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ഓപ്പണായിട്ട് പറയാം. നിദ്ര ഒന്നും പറഞ്ഞില്ല. അവൾക്ക് ആ സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അവളൊന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് ഇന്ദ്രജിത്ത് 1-2 നിമിഷം നിശബ്ദനായി. പിന്നെ ചോദിച്ചു, എന്ന് ഞാൻ പോട്ടെ? നിദ്ര വെറുതെ തലയാട്ടുക മാത്രം ചെയ്തു. ഇന്ദ്രജിത്ത് കുറച്ച് നടന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കി. നിദ്ര അവനെ ശ്രദ്ധിക്കാതെ വീണ്ടും പുസ്തകത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. അവനൊരു നിരാശ തോന്നി. എനിക്ക് നിന്നോട് വല്ലാത്ത പ്രണയം തോന്നുന്നു നിദ്ര. അവൻ്റെ ഹൃദയം മന്ത്രിച്ചു. പിറ്റേന്ന് വാക്ക് പറഞ്ഞതുപോലെ സാറ ആൽവിൻ്റെ ഫ്ലാറ്റിലെത്തി കോളിംഗ് ബെല്ലടിച്ചു കാത്തുനിന്നു. ജനലിലൂടെ സാറയെ കണ്ടതും ആൽവിൻ്റെ കണ്ണുകൾ പ്രകാശിച്ചു. തനിക്കത് ലാഭകരമാണല്ലോ എന്നവൻ ഓർത്തു. ക്യാഷും സുന്ദരിയായൊരു പെണ്ണും. രുദ്രൻ സാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. എങ്കിലും മാക്സിമം എൻജോയ് ചെയ്യുക തന്നെ. വാതിൽ തുറന്ന് വശ്യമായി പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന സാറയെ കണ്ട് ആൽവിൻ്റെ കണ്ണുകൾ തിളങ്ങി. ശരീരവടിവുകൾ എടുത്ത് കാണിക്കുന്ന സുതാര്യമായ ഒരു വൈറ്റ് സ്ലീവ്ലെസ് ഗൗണാണ് സാറ ധരിച്ചിരുന്നത്. ആൽവിൻ തൻ്റെ കൈകളാൽ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. ആദ്യം ക്യാഷ് എടുക്ക്, ബാക്കിയൊക്കെ പിന്നെ. ആൽവിൻ തൻ്റെ കയ്യിലുള്ള പണമെടുത്ത് കാണിച്ചു. 25 lakhs ഉണ്ട്. പണം കണ്ടത് വശ്യമായൊരു ചിരിയോടെ സാർ അവൻ്റെ ദേഹത്തേക്ക് പടർന്നു. പണം കിട്ടുമെന്ന് കരുതിയപ്പോഴും ഇത്രമാത്രം ഉണ്ടാകുമെന്ന് ഒരിക്കലും താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് സാറ മനസ്സിലോർത്തു. മാത്രമല്ല ഇവനാണെങ്കിൽ കാണാൻ അത്രയ്ക്ക് മോശമൊന്നുമല്ല. ആൽവിൻ്റെ കൈകൾ ശരീരത്തിൽ അങ്ങിങ്ങായി കുളിര് പടർത്തുന്നതറിഞ്ഞ് സാറയൊന്ന് കുറുകി. ആൽവിൻ അവളെയും ഇരു കൈകളിൽ കോരിയെടുത്ത് ബെഡ്റൂം ലക്ഷ്യമാക്കി നടന്നു. ആൽവിൻ അവൾക്കൊരു ഡ്രിങ്ക് കൂടി നൽകി. അതിൽ ആൽവിൻ മയക്കുമരുന്ന് കലർത്തിയ കാര്യം സാറ അറിഞ്ഞിരുന്നില്ല. അവർ മതിവരുവോളം ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു. ഒടുവിൽ അവർ ഒരുമിച്ച് മദ്യലഹരിയിൽ കിടക്കയിലേക്ക് ചാഞ്ഞു. സാറ തന്നെ ആൽവിൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ പറിച്ചെറിഞ്ഞു. എന്നിട്ട് സ്വയം വിവസ്ത്രയായി. ഈ ലൈറ്റ് എന്തിനാ ഓഫ് ചെയ്തൂടെ? കാതരമായ സ്വരത്തിൽ സാറ അവനോട് ചോദിച്ചു. നോ, ഐ വാണ്ട് ടു സീ യുവർ ബ്യൂട്ടി. ആൽവിൻ അവളെ ത്രസിപ്പിക്കും വിധം കാതിൽ പറഞ്ഞപ്പോൾ സാറ അതിൽ മയങ്ങി. ഒന്നിലേറെ തവണ സാറയും ആൽവിനും തമ്മിൽ വീഴ്ചയുണ്ടായി. താനറിയാതെ അവിടെ ആൽവിൻ ക്യാമറകൾ ഫിറ്റ് ചെയ്ത കാര്യം സാറ അറിഞ്ഞില്ല. തങ്ങളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ അവ ഒപ്പിയെടുക്കുന്നുണ്ടെന്നും പാതിരാത്രിയിൽ എങ്ങോ മയക്കത്തിലായിരുന്ന സാറയെ തൻ്റെ ദേഹത്ത് നിന്ന് അടർത്തി മാറ്റിയിട്ട് അവൻ രുദ്രനെ വിളിച്ചു. എന്തായി ആൽവിൻ, എല്ലാം ഓക്കെയാണോ? അതെ സർ. ക്യാഷ് നാളെ കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ. രുദ്രൻ ഫോൺ വെച്ചതും ആൽവിൻ ബെഡിലേക്ക് മറിഞ്ഞു. പിറ്റേന്ന് സാറ കണ്ണു തുറന്നത് വളരെ വൈകിയാണ്. എഴുന്നേറ്റിരുന്നതും അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി. കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നിട്ട് അവൾ തൻ്റെ ഗൗണിനായി പരതി. അത് കട്ടിലിന് താഴെ അഴിഞ്ഞു കിടന്നിരുന്നു. അതെടുത്ത് ധരിച്ചിട്ട് സാറ ഉച്ചത്തിൽ ആൽവിനെ വിളിച്ചു. ആൽവിൻ, വേർ ആർ യു? ആൽവിൻ. പക്ഷേ ആരും വിളി കേട്ടില്ല. സാറയ്ക്ക് തലയുടെ പെരുപ്പ് വിട്ട് മാറിയിരുന്നില്ല. ഡ്രിങ്ക്സ് കഴിച്ച് തനിക്ക് ശീലമുള്ളതാണ്. പക്ഷേ ഇത് അതിൻ്റെ പ്രശ്നമല്ല. ഇനി ആൽവിൻ തനിക്ക് തന്ന മദ്യത്തിൽ മറ്റെന്തെങ്കിലും കലക്കിയിരുന്നു. സാറ സംശയത്തോടെ ആലോചിച്ചു. പക്ഷേ എന്തിന്? താൻ ഇഷ്ടത്തോടെ അവൻ്റെ അടുത്ത് വന്നതല്ലേ, പിന്നെ എന്തിനവൻ തന്നോടിങ്ങനെ ചെയ്തു? പെട്ടെന്ന് അവളുടെ നെഞ്ചിലൊരു മിന്നൽ പാഞ്ഞു. താൻ ചോദിച്ച ക്യാഷ് രാവിലെ തരാമെന്നാണ് ആൽവിൻ പറഞ്ഞിരുന്നത്. എന്നിട്ട് അവനെവിടെ? സാറൊരു ഭ്രാന്തിയെ പോലെ അവനെ അന്വേഷിച്ചു ഓടാൻ തുടങ്ങിയതും അവൾക്ക് താൻ വേയിച്ചു പോകുന്നത് പോലെ തോന്നി. എങ്കിലും അവൾ അവിടെയെല്ലാം അവനെ വിളിച്ചു നടന്നു.
പക്ഷേ ആൽവിൻ്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അവൾ വേഗം തന്നെ ഇന്നലെ ആൽവിനൊത്ത കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് തിരിച്ചെത്തി. ഷെൽഫ് ലോക്ക് ചെയ്യാതെ കിടക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. ഇന്നലെ ആൽവിൻ പണം വെച്ചത് ഇവിടെയായിരുന്നു. അവൾ വേഗം ആർത്തിയോടെ അത് തുറന്നു. എല്ലായിടത്തും പരതി. പക്ഷേ അവിടെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സാർ ആ വീട്ടിൽ വിലപിടിപ്പുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായി വീട് മുഴുവൻ തിരഞ്ഞു. പക്ഷെ നിരാശയായിരുന്നു ഫലം. കിച്ചണിലെ കുറച്ച് പാത്രങ്ങളല്ലാതെ വേറൊന്നും കണ്ടില്ല. ആൽവിൻ തന്നെ സുന്ദരമായി ചതിക്കുകയായിരുന്നുവെന്ന് സാറയ്ക്ക് മനസ്സിലായി. അവൾ ദേഷ്യത്തിൽ ബെഡ്റൂമിലെ ടേബിളിലിരുന്ന് ഗ്ലാസ് നിലത്തേക്ക് എറിഞ്ഞു. വലിയ ശബ്ദത്തോടെ ചില്ലി കഷ്ണങ്ങൾ വീണുടഞ്ഞു. ബോസ്റ്റഡ്! അവളുടെ പല്ലുകൾ ഞെരിഞ്ഞു. മേഘ്ന ഇന്ദ്രനെ തിരഞ്ഞു വരുമ്പോൾ അവൻ ലൈബ്രറി വരാന്തയിൽ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ നിൽക്കുകയായിരുന്നു. അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു. തന്നെ കണ്ടപ്പോൾ അവൻ്റെ മുഖം മങ്ങിയതുപോലെ മേഘ്നയ്ക്ക് തോന്നി. നീ ആരെയാ ജിത്തു ഈ നോക്കുന്നത്? മേഘ്നയുടെ കണ്ണുകളിൽ സംശയം നിറഞ്ഞു. ആരെയുമില്ല, അവൻ താല്പര്യമില്ലാതെ മറുപടി പറഞ്ഞു. നീ എന്താ എന്നോടിപ്പോൾ സംസാരിക്കാത്തത് ജിത്തു? അന്നത്തെ ആ ഇഷ്യുവിൻ്റെ പേരിലാണെങ്കിൽ അതിന് ഞാൻ നിന്നോട് എത്രയോ തവണ സോറി പറഞ്ഞു. ഇന്ദ്രനൊന്നും മിണ്ടിയില്ല. അസ്വസ്ഥതയോടെ മേഘ്നയെ നോക്കുക മാത്രം ചെയ്തു. ആ സമയത്താണ് നിദ്ര അങ്ങോട്ട് കടന്നു വന്നത്. അവളെ കണ്ടതും ഇന്ദ്രൻ താല്പര്യപൂർവ്വം നോക്കി. ഇളം നീല ചുരിദാറിൽ നിദ്ര സുന്ദരിയായിരുന്നു. പുറത്തു നിന്നടിക്കുന്ന കാറ്റിൽ അവളുടെ മുടിയിഴകൾ പറക്കുന്നത് അവൻ കൗതുകത്തോടെ നോക്കി. നിദ്ര മേഘ്നയും ഇന്ദ്രനും നിൽക്കുന്നത് കണ്ടെങ്കിലും അവരെ ശ്രദ്ധിക്കാത്ത മട്ടിൽ ലൈബ്രറിയിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ പിന്നിൽ നിന്ന് ഇന്ദ്രൻ അവളെ വിളിച്ചു. നിദ്ര! അവൾ തെല്ലരൊമ്പരപ്പോടെ തിരിഞ്ഞു. എന്തെന്ന മട്ടിൽ ഇന്ദ്രനെ നോക്കി. അല്ല, താൻ ഇന്നലെ ലൈബ്രറിയിലായ ജെയിംസ് സാറിനോട് ഒരു പുസ്തകം ചോദിച്ചില്ലേ? MDയുടെ മഞ്ഞ്. അത് പോയിരിക്കുകയാണെന്നല്ലേ സാറ് പറഞ്ഞത്? നിദ്രയ്ക്ക് അസ്വസ്ഥത തോന്നി. ശരിയാണ്, താൻ ജെയിംസ് സാറിനോട് ആ പുസ്തകം ചോദിച്ചിരുന്നു, കിട്ടിയില്ല. പക്ഷെ ഇയാൾക്ക് അതെന്തിനാണ്? താൻ അത് ചോദിക്കുന്നത് ഞാൻ പുസ്തകം തിരയുന്നതിനിടയിൽ കേട്ടിരുന്നു. ദാ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, MDയുടെ മഞ്ഞ്. ഇന്ദ്രൻ അതീവ സന്തോഷത്തോടെ നിദ്രയുടെ നേർക്ക് ആ പുസ്തകം നീട്ടി. പക്ഷെ നിദ്ര അത് വാങ്ങിയില്ല. എനിക്ക് വേണ്ട, ഈ പുസ്തകം നന്ദനയുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ചോദിച്ചതുകൊണ്ട് അവൾ ഇന്ന് കൊണ്ടുവന്നു തന്നു. അവൾ മനഃപൂർവ്വം ഒരു കള്ളം പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. ഇന്ദ്രന്റെ മുഖം മങ്ങി. മേഘ്നയാകട്ടെ അവൻ്റെ മുഖത്തെ ഭാവങ്ങൾ ഓരോന്നായി ഒപ്പിയെടുക്കുകയായിരുന്നു. നിദ്രയുടെ സൗന്ദര്യവും ഇന്ദ്രന്റെ വശ്യതയാർന്ന നോട്ടവുമൊക്കെ അവളിൽ അസ്വസ്ഥത ജനിപ്പിക്കാൻ പോന്നതായിരുന്നു. അവൾ വീണ്ടും അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. ജിത്തു, ഞാൻ പറയുന്നത് പ്ലീസ് ലീവ് മീ ലോൺ. ഇന്ദ്രൻ പെട്ടെന്ന് അവിടെ നിന്ന് നടന്നകന്നു. മേഘ്നയ്ക്ക് അതേ നിമിഷത്തിൽ നിദ്രയോട് കടുത്ത പക തോന്നി. രാത്രി വാസന്തിയുടെ കാലിൽ കുഴമ്പിട്ട് തടവുകയായിരുന്നു സത്യഭാമ. മണി 12 കഴിഞ്ഞിരുന്നു. ഇനിയെങ്കിലും ഞാനൊന്ന് കിടന്നോട്ടെ വാസന്തി, പ്ലീസ്. എനിക്ക് നടു കടഞ്ഞിട്ട് വയ്യ. കുറച്ചുകൂടി അമർത്തി തിരുമടി. വാസന്തി സത്യഭാമയുടെ തോളിൽ ശക്തമായി അടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നുള്ള അടിയായതുകൊണ്ട് സത്യഭാമയ്ക്ക് നന്നേ വേദനിച്ചു. അവർക്ക് വല്ലാത്ത തളർച്ച തോന്നി. അല്ലെങ്കിൽ തന്നെ അവിടുത്തെ അധ്വാനവും ഭക്ഷണക്കുറവും അവരെ നന്നെ തളർത്തുന്നുണ്ടായിരുന്നു. പിന്നെ വാസന്തിയുടെ പീഡനങ്ങളും. അന്നെല്ലാം കഴിഞ്ഞ് വെറും തണുത്ത തറയിൽ തലചായ്ച്ച് കിടക്കുമ്പോൾ സത്യഭാമയുടെ കണ്ണിൽ കൂടി നീർക്കണങ്ങൾ ഒഴുകി വീണു. അവർ പഴയ കാലങ്ങൾ ഓർത്തു. നിദ്രയെ താനും ശരണയും കൂടി തങ്ങളുടെ അടുക്കളയിലിട്ട് നരകിപ്പിച്ച ദിവസങ്ങൾ. പലപ്പോഴും കാരണമില്ലാതെ അവളെ തല്ലിയത്, പട്ടിണിക്കിട്ടത്, കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചത് എല്ലാം അവരോർത്തു. ഒരില പോലും താനോ തൻ്റെ മകളോ നിവർത്തിയിട്ടില്ല. നിദ്രയെക്കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചു. ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹിച്ചു. ഇന്ന് ആ പാപത്തിൻ്റെ എല്ലാം താൻ ശമ്പളം വാങ്ങുകയാണ്. അവളുടെ കണ്ണിൽ നിന്നൊഴുകിയ ചോരയ്ക്ക് കാലം തിരഞ്ഞു നിന്ന് കണക്ക് തീർക്കുകയാണ്. ചെയ്ത തെറ്റുകളോർത്ത് സത്യഭാമ കുറ്റബോധത്തോടെ ആർത്തു കരഞ്ഞു. ജീവിതത്തിൽ അന്നാദ്യമായി അവരുടെ ഹൃദയം നിദ്രയ്ക്ക് വേണ്ടി വേദനിച്ചു. മോളെ, എൻ്റെ പൊന്നു മോളെ, ഈ പാപിയോട് പൊറുക്കണമെടി. സത്യഭാമയിൽ നിന്നും ഒരു ഗദ്ഗതം പുറത്തു വന്നു.